സോ ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ അത് അതിനുള്ള ഓരോ പോയിൻറ്റിൻ്റെയും നെയ്ബർഹുഡ് ആവണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ സെറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ ഒരു തിയറമായിട്ട് പഠിക്കുന്നത്. ദ യൂണിയൻ ഓഫ് എൻ ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഈസ് ഓപ്പൺ ഇൻ ആർ. മീൻസ് നമ്മൾ എത്ര ഓപ്പൺ സെറ്റുകൾ എടുത്താലും അവരുടെ യൂണിയൻ വീണ്ടും ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ 2 ഓപ്പൺ സെറ്റ് ആവാം, ഒരു 10 ഓപ്പൺ സെറ്റ് ആവാം, കൗണ്ടബിളി മെനി ഓപ്പൺ സെറ്റ്സ് ആവാം, അൺകൗണ്ടബിളി മെനി ഓപ്പൺ സെറ്റ്സ് ആവാം. അവരുടെ എല്ലാത്തിൻ്റെയും യൂണിയൻ എപ്പോഴും ഒരു ഓപ്പൺ സെറ്റ് തന്നെ ആയിരിക്കും. ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഈസ് ഓപ്പൺ ഇൻ ആർ. ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്നത് ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ ഓപ്പൺ ആയിരിക്കും എന്നാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ പക്ഷേ നമ്മൾ അങ്ങനെ എത്ര ഓപ്പൺ സെറ്റ് എടുത്താലും അവരുടെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആയിരിക്കും എന്നല്ല പറയുന്നത്. ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഈസ് ഓപ്പൺ ഇൻ ആർ. ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ കോൺവേഴ്സ് ഇപ്പോൾ രണ്ടാമത് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞു ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഈസ് ഓപ്പൺ ഇൻ ആർ എന്ന്. ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ ഓപ്പൺ സെറ്റ് ആവുമോ? അതാവണമെന്നില്ല. നമുക്കതിനൊരു എക്സാമ്പിൾ കാണാം. സപ്പോസ് ഐ എം ടേക്കിംഗ് IN is equal to open interval -1/n 1/n for each n element of natural numbers. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു ഓപ്പൺ ഇൻ്റർവെൽസ് എല്ലാം ഓപ്പൺ സെറ്റ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഓരോ INഉം ഓപ്പൺ സെറ്റ്സ് ആണ്. IN ഈസ് an open set for all n element of natural numbers. ഇവരുടെ ഇൻ്റർസെക്ഷൻ, ഈ INകളുടെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർസെക്ഷൻ n element of natural numbers IN എന്ന് പറയുന്നത് -1/n 1/nകളുടെ ഇൻ്റർസെക്ഷൻ. സോ -1 1 ഇൻ്റർസെക്ഷൻ, -1/2 1/2 ഇൻ്റർസെക്ഷൻ, -1/3 1/3 ഇൻ്റർസെക്ഷൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിംഗിൾട്ടൺ സെറ്റ് 0 ആയിരിക്കും. സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്. ദിസ് ഈസ് നോട്ട് എൻ ഓപ്പൺ സെറ്റ്. കാരണം 0ൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഇതിലൊരൊറ്റ പോയിൻ്റേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർസെക്ഷനിൽ ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ, 0 മാത്രം. 0യുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് സിംഗിൾട്ടൺ 0ൻ്റെ സബ്സെറ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് എൻ ഓപ്പൺ സെറ്റ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ എത്ര ഓപ്പൺ സെറ്റ്സ് ആയാലും അവരുടെ യൂണിയൻ ഓപ്പൺ ആയിരിക്കും. ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷനും ഓപ്പൺ ആയിരിക്കും. സോ നമുക്കിനി ഈ 2 പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ഇതാണ്, യൂണിയൻ ഓഫ് ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഈസ് ഓപ്പൺ ഇൻ ആർ. സോ നമുക്കൊരു ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് എടുക്കാം. ഐ എം ടേക്കിംഗ് കളക്ഷൻ G lambda where lambda belongs to capital lambda. ഈ ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് ഏതോ ഒരു സെറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർബിട്രറി സെറ്റാണ് ക്യാപിറ്റൽ ലാംഡ. അതായത് ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിംഗിൾട്ടൺ സെറ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് സെറ്റ് ആവാം, അതും അല്ലെങ്കിൽ ഒരു ഡെന്യൂമറബിൾ സെറ്റ് ആവാം, അതും അല്ലെങ്കിൽ അൺകൗണ്ടബിൾ സെറ്റ് ആവാം. ആരായാലും നമുക്ക് വിരോധമില്ല. പക്ഷേ ഈ ക്യാപിറ്റൽ ലാംഡയിലുള്ള ഓരോ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഓപ്പൺ സെറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ഈച്ച് ലാംഡ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലാംഡ വി ഹാവ് ആൻ ഓപ്പൺ സെറ്റ് G lambda. ഈ കളക്ഷനെ ഞാൻ സ്ക്രിപ്റ്റ് G എന്ന് വിളിച്ചു. നൗ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവരുടെ യൂണിയൻ ഓപ്പൺ ആയിരിക്കും എന്നാണ്. സോ ലെറ്റ് ക്യാപിറ്റൽ G ബി യൂണിയൻ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ G lambda. ഈ എല്ലാ G ലാംഡകളുടെയും കൂടി യൂണിയനാണ് G. വി വിൽ പ്രൂവ് ദാറ്റ് ദിസ് G ഈസ് ആൻ ഓപ്പൺ സെറ്റ്. G ഓപ്പൺ സെറ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് എനി എലമെൻറ്റ് ഫ്രം G ഓർ ടേക്ക് an arbitrary element from G and prove that there exists some epsilon greater than 0
such that epsilon neighborhood of x is contained in G. So I am taking x element of G. This is an arbitrarily chosen element. G എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് ജി ലാംഡാസ് ആണ്. സോ എക്സ് എലമെൻറ്റ് ഓഫ് ജി മീൻസ് എക്സ് ഈസ് ഇൻ യൂണിയൻ ഓഫ് ജി ലാംഡാസ്. ഒരു എലമെൻറ്റ് എക്സ് കുറേ സെറ്റുകളുടെ യൂണിയനിൽ ഉണ്ടാവണമെങ്കിൽ ഈ എക്സ് ഏതെങ്കിലും ഒരു ജി ലാംഡയിലെങ്കിലും ഉണ്ടായിരിക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് എക്സ് ഈസ് ഇൻ ജി ലാംഡ നോട്ട് ഫോർ സം ലാംഡ നോട്ട് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലാംഡ. ഓക്കെ, ഈ ജി ലാംഡ നോട്ട് എന്ന് പറയുന്നത് ദിസ് ജി ലാംഡ നോട്ട് ഈസ് എൻ ഓപ്പൺ സെറ്റ്. ബിക്കോസ് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് ജി ഈ കളക്ഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാവരും ഓപ്പൺ സെറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജി ലാംഡ നോട്ടും ഒരു ഓപ്പൺ സെറ്റാണ്. സോ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ജി ലാംഡ നോട്ട് എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിലുള്ള ഒരു എലമെൻ്റാണ്. ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാം there is some epsilon greater than 0 such that epsilon neighborhood of x is contained in G lambda naught. Okay. അടുത്തതായിട്ട് നമുക്കറിയാം എ യൂണിയൻ ബിയുടെ ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. എ യൂണിയൻ ബിയുടെ മാത്രമല്ല, ഇവിടെ നമ്മൾ എ യൂണിയൻ ബി യൂണിയൻ സി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയും സബ്സെറ്റാണ് എന്ന് പറയുന്നത്. സോ ഈ ക്യാപിറ്റൽ ജി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ജി ലാംഡകളുടെയും കൂടി യൂണിയൻ ആയിട്ടാണ്. അപ്പോൾ ഈ കളക്ഷനിലുള്ള ഒരാളാണ് ജി ലാംഡ നോട്ട്. സോ ദിസ് ജി ലാംഡ നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ലാംഡ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലാംഡ ജി ലാംഡ. അതായത് ജിയുടെ ഒരു സബ്സെറ്റാണ് ജി ലാംഡ നോട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നു ജി ലാംഡ നോട്ടിൻ്റെ സബ്സെറ്റാണ് വി എപ്സിലൺ ഓഫ് എക്സ്. സോ വി എപ്സിലൺ ഓഫ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ലാംഡ നോട്ട് and G lambda naught is a subset of G, means V epsilon of x is a subset of G. അപ്പോൾ നമുക്ക് കിട്ടിയത് you take any x element of G, there is some epsilon greater than 0 such that V epsilon of x is contained in G, which means G is a neighborhood of each of its points, that is G is an open set in R. അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഈസ് ഓപ്പൺ ഇൻ ആർ. അതിന് ഇവിടെ നമുക്ക് ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. സോ ഐ ആം ടേക്കിംഗ് G1 G2 എക്സെട്ര GN എൻ ഓപ്പൺ സെറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവർ ഫൈനൈറ്റ് സെറ്റ്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്. We have taken n open sets. ഇവരുടെ ഇൻ്റർസെക്ഷൻ ആണ് G എന്ന് വിചാരിക്കുക. സോ G ഈസ് ഈക്വൽ ടു G1 ഇൻ്റർസെക്ഷൻ G2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ GN. We have to prove that this G is an open set. G open set ആവണമെങ്കിൽ take x element of G, then we have to prove that some epsilon neighborhood of x is contained in G. So we are taking x element of G. X element of G means x is an element of intersection of G1 G2 etc. Gn, അതായത് intersection of Gi's. X intersection of Gi's ൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ x must be an element of Gi for each I in 1 2 3 etc. up to n. So x എല്ലാ Giയിലും ഉണ്ട്, ഓരോ Giയിലും x ഉണ്ട്. Gi എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ്. അപ്പോൾ ജി ഐ ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് എക്സ് എലമെൻറ്റ് ഓഫ് ജി ഐ ആയതുകൊണ്ടും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിൻ്റെ ഏതോ ഒരു എപ്സിലൺ നെയ്ബർഹുഡ് ഓരോ ജി ഐയിലും ഉണ്ട്. സോ G1 ഒരു എപ്സിലൺ നെയ്ബർഹുഡ് ഉണ്ട്, G2 വേറൊരു എപ്സിലൺ നെയ്ബർഹുഡ് ഉണ്ട്. അങ്ങനെ ഓരോ ജി ഐയിലും നമുക്ക് ഓരോ എപ്സിലൺ നെയ്ബർഹുഡ്സ് ഉണ്ട്. സോ ദർ ഇസ് സം എപ്സിലൺ ഐ ഗ്രേറ്റർ ദാൻ 0 such that V epsilon I of x is subset of Gi for each I equal to 1 2 3 etc. up to n. അതായത് G1 അതേ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്സിലൺ നെയ്ബർഹുഡ് ആവണം എന്നില്ല G2 സോ ഇറ്റ് മേ വാരി. അടുത്തതായിട്ട് സപ്പോസ്
നമ്മുടെ കയ്യിൽ 2 ഓപ്പൺ സെറ്റ്സ് G1 ഉം G2 ഉമാണ് ഉള്ളത് എന്ന് കരുതുക. ആൻഡ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എപ്സിലൺ നെയ്ബർഹുഡാണ് ഇത്. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു എപ്സിലൺ നെയ്ബർഹുഡാണ് ഇപ്പോൾ വരച്ചത് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ സപ്പോസ് ദിസ് ഇസ് എപ്സിലൺ 2 ആൻഡ് ദിസ് ഈസ് എപ്സിലൺ 1. സോ നമുക്ക് ക്ലിയർ ആണ് എപ്സിലൺ 2 ഈസ് ലെസ് ദാൻ എപ്സിലൺ 1. ഞാൻ വരച്ചിരിക്കുന്നത് പ്രകാരം എപ്സിലൺ 2 ഈസ് ലെസ് ദാൻ എപ്സിലൺ 1. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ എപ്സിലൺ 1 നെയ്ബർഹുഡിൻ്റെ ഉള്ളിലാണ് എക്സിൻ്റെ എപ്സിലൺ 2 നെയ്ബർഹുഡ് ഇപ്പോൾ ഉള്ളത്. അതായത് ഏത് എപ്സിലൺ ആണോ ചെറുത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്സിലൺ നെയ്ബർഹുഡ് അതിനേക്കാളും വലിയ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയ്ബർഹുഡ്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. സോ ഐ എം ടേക്കിംഗ് എപ്സിലൺ ആസ്, ഇവിടെ നമുക്ക് എപ്സിലൺ 1, എപ്സിലൺ 2 എക്സെട്ര എപ്സിലൺ n എപ്സിലൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ മിനിമം ആരാണോ അതിനെ നമ്മൾ എപ്സിലൺ എന്ന് വിളിക്കുന്നു. സോ എപ്സിലൺ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എപ്സിലൺ 1, എപ്സിലൺ 2 എക്സെട്ര എപ്സിലൺ n. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ എപ്സിലൺ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ I ഫോർ ഈച്ച് I ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു n. ഓക്കെ, സോ എപ്സിലൺ ആണ് ചെറുത്. ദെൻ എക്സ് പ്ലസ് എപ്സിലണിനേക്കാളും വലുതായിരിക്കും എക്സ് പ്ലസ് എപ്സിലൺ I ഫോർ ഈച്ച് I. അതുപോലെ തന്നെ എപ്സിലൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ I ആണെങ്കിൽ മൈനസ് എപ്സിലൺ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എപ്സിലൺ I. രണ്ട് സൈഡിലും നമ്മൾ ഒരു എക്സ് ആഡ് ചെയ്യണു. സോ വി വിൽ ഗെറ്റ് എക്സ് മൈനസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് എപ്സിലൺ I. വേറൊരു രീതി പറയുകയാണെങ്കിൽ എക്സ് മൈനസ് എപ്സിലൺ I വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് എപ്സിലൺ. ആൻഡ് എക്സ് മൈനസ് എപ്സിലൺ എന്ന് പറയുന്നത് എന്തായാലും എക്സ് പ്ലസ് എപ്സിലണിനേക്കാൾ ചെറുതാണ്, സ്ട്രിക്ട്ലി ലെസ് ദാൻ. ആൻഡ് ഇവിടെ നമുക്കുണ്ട് എക്സ് പ്ലസ് എപ്സിലൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് എപ്സിലൺ I. ഓക്കെ, അതായത് ലെറ്റ് മീ റബ് ദിസ്. ഇപ്പം നമുക്ക് കിട്ടിയത് ഇതാണ്, വി എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് will be contained in V epsilon I of x for I equal to 1, 2 etc. n. So we have this. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്, V epsilon I ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. V epsilon I of x is contained in GI for I equal to 1, 2, 3 etc. up to n. And now we have V epsilon of x is contained in V epsilon I of x for all I equal to 1, 2, 3 etc. up to n. രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ we will get this V epsilon of x which is a subset of V epsilon I of x is contained in GI for I equal to 1, 2 etc. n. അപ്പോൾ എല്ലാ GIയുടെ ഉള്ളിലും V epsilon of x ഉണ്ട്. എല്ലാ GIയിലും ഉണ്ട് V epsilon of x എങ്കിൽ GIകളുടെ ഇൻ്റർസെക്ഷനിലും V epsilon of x ഉണ്ടായിരിക്കും. സോ you take any x element of G, there is some epsilon greater than 0 such that V epsilon of x is contained in G. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം G is an open set. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ആർബിട്രറി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ R ഈസ് ക്ലോസ്ഡ് ഇൻ R. ഓപ്പൺ സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചു, യു ടേക്ക് എനി ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ്, ദെയർ യൂണിയൻ ഈസ് ഓപ്പൺ. എത്ര ഓപ്പൺ സെറ്റ്സ് എടുത്താലും അവരുടെ യൂണിയൻ ഓപ്പൺ ആണ്. പക്ഷേ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്നത് എത്ര ക്ലോസ്ഡ് സെറ്റ്സ് എടുത്താലും അവരുടെ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ്. അവിടെ നമ്മൾ പഠിച്ചിരുന്നു ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആവണമെന്നില്ല, പക്ഷേ ആർബിട്രറി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും. തിരിച്ച് ദ യൂണിയൻ ഓഫ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ R ഈസ് ക്ലോസ്ഡ് ഇൻ R.
യൂണിയൻ എടുക്കുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ യൂണിയൻ ക്ലോസ്ഡ് ആവണമെന്നില്ല. പക്ഷെ ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ഫൈനൈറ്റ്ലി മെനി ക്ലോസ്ഡ് സെറ്റുകളുടെ യൂണിയൻ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ക്ലോസ്ഡ് സെറ്റുകളുടെ യൂണിയൻ ക്ലോസ്ഡ് ആവണം എന്നില്ല. സോ നമുക്കൊരു എക്സാമ്പിൾ കാണാം. സപ്പോസ് ജെ എൻ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് 1/n 1 for each n element of natural numbers. So that means our J1 is singleton set 1, J2 is closed interval 1/2 1. ഇങ്ങനെയാണ് ജെ എന്നുകൾ പോകുന്നത്. സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലോസ്ഡ് ഇൻ്റർവെൽസും ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. സോ ജെ എൻ ഈസ് ക്ലോസ്ഡ് ഫോർ ഈച്ച് n element of n. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ യൂണിയൻ എടുക്കണം. ഫോർ ഈച്ച് n element of n, ജെ എൻ ഇസ് ക്ലോസ്ഡ്. യൂണിയൻ ഓവർ n ജെ എൻ എന്ന് പറയുന്നത് വിൽ ബി ഓപ്പൺ 0 ക്ലോസ്ഡ് 1. ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റ് അല്ല. ദിസ് ഈസ് നോട്ട് എ ക്ലോസ്ഡ് സെറ്റ് ബിക്കോസ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ അല്ല. സോ ഇൻഫിനിറ്റ്ലി മെനി ക്ലോസ്ഡ് സെറ്റുകളുടെ യൂണിയൻ ക്ലോസ്ഡ് ആവണം എന്ന് നിർബന്ധമില്ല. തിയറം സേസ് ദാറ്റ് the union of a finite collection of closed sets in R is closed in R. സോ നമുക്ക് പ്രൂവ് ചെയ്യാമത്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഈ രണ്ട് പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡിമോർഗൻസ് ലോ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങൾക്കറിയുന്ന റിസൾട്ടാണ് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോയും ഓപ്പൺ സെറ്റുകളുടെ പ്രോപ്പർട്ടീസും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ രണ്ട് റിസൾട്ടുകളും പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഡിമോർഗൻസ് ലോ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഡിമോർഗൻസ് ലോ. സോ നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് ആർബിട്രറി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ ആർ ഈസ് ക്ലോസ്ഡ് ഇൻ ആർ എന്നാണ്. സോ വി ടേക്ക് an arbitrary collection of closed sets. Okay, so let script f, which is equal to set of all f lambda where lambda belongs to capital lambda, be a collection of closed sets where capital lambda is an arbitrary set. ഇവരുടെ ഇൻ്റർസെക്ഷനെ ഞാൻ എഫ് എന്ന് വിളിക്കുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ എഫ് ലാംഡ. We have to prove that f is a closed set. എഫ് ക്ലോസ്ഡ് സെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ സെറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. സോ വി വിൽ പ്രൂവ് ദാറ്റ് എഫ് കോംപ്ലിമെൻറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. സോ നമുക്ക് എന്താണ് എഫ് കോംപ്ലിമെൻ്റ് എന്ന് ആദ്യം നോക്കാം. ഇവിടെ എഫ് എന്ന് പറയുന്നത് വി ഹാവ് ടേക്കൺ എഫ് ആസ് എഫ് ഇസ് ഈക്വൽ ടു intersection lambda belongs to capital lambda f lambda ആണ് f. So f complement is intersection lambda belongs to capital lambda f lambda the whole complement. De Morgan's law പ്രകാരം നമുക്കിതിനെ യൂണിയൻ lambda belongs to capital lambda f lambda complement എന്ന് വിളിക്കാം. ഇതിൽ ഓരോ f lambdaയും ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ഓരോ എഫ് ലാംഡയും ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ ഇവരുടെ എല്ലാത്തിൻ്റെയും കോംപ്ലിമെൻറ്റ് ഓപ്പൺ സെറ്റ് ആയിരിക്കും. സോ വി ഹാവ് എഫ് ലാംഡ കോംപ്ലിമെൻറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ ആർ ഫോർ ഈച്ച് ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ. നമ്മൾ ഓപ്പൺ സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിരിക്കുന്നത് ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ ഓപ്പൺ ആണെന്നാണ്. ഇവിടെ ഇപ്പോൾ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് an arbitrary collection of open sets. Okay, so F complement is open. F complement is the union of an arbitrary collection of open sets. Therefore, F complement is open. F complement open ആണെങ്കിൽ we have F is a closed set. So the first property is true. Now, second property. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്
യൂണിയൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ ആർ ഇസ് ക്ലോസ്ഡ് ഇൻ ആർ എന്നാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡി മോർഗൻസ് ലോ കൂടെ ഓപ്പൺ സെറ്റിൻ്റെ പ്രോപ്പർട്ടിയും കൂടി യൂസ് ചെയ്യാണ്. സോ ലെറ്റ് F1, F2, etc. Fn be a finite collection of closed sets. Take their union and call it as F. So F is equal to union I equal to 1 to n Fi. So ഡി മോർഗൻസ് ലോ പ്രകാരം F കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് യൂണിയൻ I equal to 1 to n Fi the whole complement ആയിരിക്കും, which is same as intersection I is equal to 1 to n Fi complement. കഴിഞ്ഞ പ്രൂഫിലേതുപോലെ തന്നെ ഓരോ Fiയും ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ Fi കോംപ്ലിമെൻറ്റുകളെല്ലാം ഓപ്പൺ സെറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ F കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ്. ഓപ്പൺ സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം F കോംപ്ലിമെൻ്റ് ഓപ്പൺ ആണ്, അതുകൊണ്ട് F ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഓപ്പൺ സെറ്റ്സിൻ്റെയും ക്ലോസ്ഡ് സെറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസാണ്. ദെൻ അഡീഷണലായിട്ട് 2 കൗണ്ടർ എക്സാമ്പിൾസും കൂടി നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഓപ്പൺ സെറ്റ്സും ക്ലോസ്ഡ് സെറ്റ്സും സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം.